പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ഭാരതത്തിൻ്റെ വിശുദ്ധ അൽഫോൻസാമ്മ, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയ വിശുദ്ധയും സഹനത്തിൻ്റെ പുഷ്പവുമായ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ യുഎയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയായ പെനുവേൽ ഈ അമ്മയ്ക്ക് പ്രാർത്ഥനാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദ്യമായി അൽഫോൻസാമ്മയുടെ പ്രാർത്ഥനാ സൂക്തങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. കർത്താവിൻ്റെ കുരിശിൻ്റെ ഓഹരി എനിക്കുണ്ട്. ഞാൻ അവിടുത്തോടു കൂടെ കുരിശിലാണ്. ഈ ഭാഗ്യം എല്ലാവർക്കും ഉള്ളതാണോ? അതുകൊണ്ട് ഞാൻ മിടുക്കിയാണ്. ഞാൻ അപേക്ഷിച്ചാൽ കുരിശുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവ സഹിക്കുവാൻ സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ പ്രാർത്ഥന തേടിയാൽ മതി. സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുക, അതിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഇതുമാത്രമേ ഇഹത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോക സന്തോഷങ്ങളൊന്നും എനിക്കായിട്ടുള്ളതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശുകളും സങ്കടങ്ങളും അവിടുന്ന് നൽകുകയുള്ളൂ. കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, ലഭിക്കുന്നതിലല്ല. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. പ്രാർത്ഥനാ സൂക്തങ്ങളിൽ നിന്ന് ഇനി നമ്മൾ കടന്നു പോകുന്നത് ഗാനാഞ്ജലിയിലേക്കാണ്. സ്വർഗീയ മധ്യസ്ഥേ അൽഫോൻസാമേ, കുടമാളു ഗ്രാമത്തിൽ ജനിച്ചവളെ, സഹനത്തിൻ പാതയിൽ വളർന്നവളെ, വിശുദ്ധിയിൽ ജീവിതം നയിച്ചവളെ, ഭാരത സഭയുടെ അഭിമാനമേ. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. തൻ്റെ നൊവീഷ്യറ്റ് ഡയറക്ടറായിരുന്ന ഫാദർ ലൂയിസ് CMIക്ക് അൽഫോൻസാമ്മ വിവിധ അവസരങ്ങളിൽ എഴുതിയിരുന്ന കത്തുകളിലേക്കാണ് ഇനി പെനുവേൽ അടുത്തതായി കടന്നു പോകുന്നത്. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പെനുവേലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അൽഫോൻസാമ്മയോടുള്ള പ്രാർത്ഥനകൾ വഴി എല്ലാവർക്കും ആ അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു.